ഹലോ എവരിവൺ, വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള കൗണ്ടിങ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആൻഡ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ആണ്. ഇതിലെ തന്നെ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മുന്നേ കണ്ടുവന്നിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന മറ്റ് ഏരിയാസാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും പ്രോബബിലിറ്റിയും. ഓക്കെ, ഈ ഒരു 3 ഏരിയാസാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ, അതായത് കൗണ്ടിങ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി എന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന 3 ടോപ്പിക് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും പ്രോബബിലിറ്റിയും ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളുമാണ്. ഓക്കെ, സോ എന്താണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. സോ നോക്കുക, ഇവിടെ ലെറ്റ് എ ബി എനി 2 ഫൈനൈറ്റ് സെറ്റ്. എ ബി എന്ന് പറയുന്നത് 2 ഫൈനൈറ്റ് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക? എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് ഇവിടെ എൻ ഓഫ് എ യൂണിയൻ ബി ആണ് നമുക്ക് കാണാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എൻ ഓഫ് എനെയും എൻ ഓഫ് ബിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ നമ്മൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം, എന്ന് വെച്ചാൽ മൈനസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ടാവും ഏതൊരു രീതിയിലാണ് നമ്മൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ തന്നെ മറ്റൊരു ഇക്വേഷൻ കൂടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 സെറ്റിൻ്റെ കേസിൽ, 2 ഫൈനൈറ്റ് സെറ്റിൻ്റെ കേസിലാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾക്ക് വരുന്നത് 3 ഫൈനൈറ്റ് സെറ്റ് വരുന്നുണ്ടെങ്കിൽ, എയും ബിയും സിയും വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി plus n of c minus n of a intersection b minus n of a intersection c minus n of b intersection p plus n of a intersection b intersection c എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ, അതായത് ജൂൺ 2025 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 120 പീപ്പിൾ 65 ഈറ്റ് റൈസ്. നമ്മളിത് റീഡ് ചെയ്യുന്ന സമയത്ത് ഓരോ വാല്യൂസും അപ്പം തന്നെ എഴുതിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഹോളിൽ ആകെ 1 മിനിറ്റാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, 150 ക്വസ്റ്റ്യനും 180 മിനിറ്റും വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 1 or 1.25 മിനിറ്റ് അത്രേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഈ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പം നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നോക്കാം. 65 ഈറ്റ് റൈസ് എന്ന് വെച്ചാൽ എൻ ഓഫ് റൈസ്. ഓക്കെ, എൻ ഓഫ് റൈസ് എന്ന് പറയുന്നത് 65 ആണ്. ദെൻ എന്ത് തന്നിട്ടുണ്ട്? 45 ഈറ്റ് ബ്രെഡ്. ഓക്കെ, എൻ ഓഫ് ബ്രെഡിനെ ഞാൻ ബി എന്ന് എടുക്കുന്നുണ്ട്. എൻ ഓഫ് ബ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? 45 ആണ്. ഓക്കെ, ദെൻ 42 ഈറ്റ് കേർഡ്. ഓക്കെ, എന്ന് വെച്ചാൽ എൻ ഓഫ് കേർഡിന് ഞാൻ സി എന്ന് കൊടുക്കുന്നുണ്ട്. എൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ 42 ആണ്. ദെൻ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 20 ഈറ്റ് ബോത്ത് റൈസ് ആൻഡ് ബ്രെഡ്. ഈ ബോത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻ്റർസെക്ഷൻ അല്ലേ? സോ എന്താണ് തന്നിട്ടുള്ളത്? എൻ ഓഫ് റൈസും ബ്രെഡും എന്ന് വെച്ചാൽ എൻ ഓഫ് ആർ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ എന്ത് തന്നിട്ടുണ്ട്? 25 ഈറ്റ് ബോത്ത് റൈസ് ആൻഡ് കേർഡ് എന്ന് വെച്ചാൽ എൻ ഓഫ് ആർ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 15 ഈറ്റ് ബോത്ത് ബ്രെഡ് ആൻഡ് കേർഡ് എന്ന് വെച്ചാൽ എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി അല്ലേ? ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ
15 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു വാല്യൂ എന്താണ്? 8 ഈറ്റ് ഓൾ 3 ഐറ്റം. 3 ഐറ്റം ഈറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? 8 പേരുണ്ട്. N ഓഫ് R ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ who eat at least one of the 3 items. at least one of the 3 items ആണ്. അപ്പം ബോത്ത് എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇൻ്റർസെക്ഷൻ ആണ് കൊടുക്കുന്നുണ്ടാവുക. അറ്റ്ലീസ്റ്റ് വൺ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ കാണുവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിയൻ ആയിരിക്കും. ഓക്കെ, സോ എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമ്മുടെ ആൻസർ ആയിട്ട് എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമുക്ക് എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് വൺ ഐറ്റം ഈറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ഈ ഒരു ഇക്വേഷനാണ്. എന്താണ്? N ഓഫ് A യൂണിയൻ B യൂണിയൻ C. നമ്മുടെ കേസിൽ ഈ എക്ക് പകരം നമ്മളിവിടെ R കൊടുത്തു. N ഓഫ് R യൂണിയൻ B യൂണിയൻ C എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്, ഓരോ വാല്യൂസ് കാണുന്ന സമയത്ത് ഇതാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, ഈ ഒരു രീതിയിലാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസിലൂടെ മാത്രമേ മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. സോ മാക്സിമം ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ടാവും. സോ നോക്കാം. N ഓഫ് R യൂണിയൻ B യൂണിയൻ C എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ എന്തായിരിക്കും വരുന്നുണ്ടാവുക? N ഓഫ് R പ്ലസ് N of B plus N of C minus N of R intersection B minus N of R intersection C minus N of B intersection C plus N of R intersection B intersection C. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇതിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. നോക്കുക, N ഓഫ് R എന്ന് പറഞ്ഞാൽ 65 ആണ്. സോ 65 പ്ലസ് N ഓഫ് B എന്ന് പറഞ്ഞാൽ 45 ആണ്. 45 പ്ലസ് N ഓഫ് C എന്ന് പറഞ്ഞാൽ 42 ആണ്. 42 പ്ലസ് N ഓഫ് A R ഇൻ്റർസെക്ഷൻ B. R ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? സോ നമുക്ക് ടോട്ടലായിട്ട് മൈനസ് കൊടുക്കാം. എന്താണ്? മൈനസ് 45, 42 മൈനസ് എത്രയാണ് വരുന്നുണ്ടാവുക? 20 വരുന്നുണ്ടാവും. മൈനസ് N ഓഫ് R ഇൻ്റർസെക്ഷൻ C. ഓക്കെ, 25 വരുന്നുണ്ടാവും. മൈനസ് N ഓഫ് B ഇൻ്റർസെക്ഷൻ C മൈനസ് 15 വരുന്നുണ്ടാവും. പ്ലസ് എന്ത് വരുന്നുണ്ടാവും? N ഓഫ് R ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C 8. ഓക്കെ, സോ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവും. നോക്കുക, 65ഉം 45ഉം 60 40 എന്ന് പറയുമ്പോൾ 100 110 വരുന്നുണ്ടാവും. 110 പ്ലസ് 42 എന്ന് പറയുമ്പോൾ 152 മൈനസ് 20 25 എന്ന് പറയുമ്പോൾ 45 45ഉം 15ഉം 55ഉം 5ഉം 60 അല്ലേ? 60 പ്ലസ് 8. ഓക്കെ, 152 മൈനസ് 60 പ്ലസ് 8 എന്ന് പറയുമ്പം എത്ര ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? 100. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കുറച്ച് വാല്യൂസ് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ N ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ N ഓഫ് A പ്ലസ് N ഓഫ് B മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ്. 3 വാല്യൂസ് വരുന്ന സമയത്ത് എന്തായിരിക്കും ഇക്വേഷൻ വരുന്നുണ്ടാവുക? ഈ ഒരു രീതിയിൽ N ഓഫ് A യൂണിയൻ B യൂണിയൻ C എന്ന് പറയുമ്പോൾ N ഓഫ് A പ്ലസ് N ഓഫ് B പ്ലസ് N ഓഫ് C മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B B ഇൻ്റർസെക്ഷൻ C A ഇൻ്റർസെക്ഷൻ C പ്ലസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C ആണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.